കുറ്റം ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്തിട്ടില്ല. നേരെ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം ജയിലിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഇല്ല, ഹോസ്പിറ്റലിലേക്ക് മെഡിക്കൽ പരിശോധനയ്ക്കാണ് കൊണ്ടുപോകുന്നത്. അതിനുശേഷം അറിയില്ല, ഡോക്ടർ പരിശോധനയ്ക്ക് ശേഷം അറിയിക്കാം. ജില്ലാ ജയിൽ കാക്കനാട്. നമസ്കാരം. നടി ഹണി റോസ് നൽകിയ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ പ്രമുഖ വ്യവസായിയായ ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇതൊക്കെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് എന്നൊക്കെ വാദിച്ചെങ്കിലും പക്ഷേ കോടതി അത് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഈ റിമാൻഡ് ചെയ്തതിന് തൊട്ട് പിന്നാലെ ഈ വിധി വന്നപ്പോൾ തന്നെ ഈ ശാരീരിക അസ്വസ്ഥ്യം പ്രകടിപ്പിച്ച് കുഴഞ്ഞ് വീണു. തുടർന്ന് ഇദ്ദേഹത്തെ കോടതിയുടെ ഓഫീസ് റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ വിശ്രമത്തിന് ശേഷം ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയിരിക്കുകയാണ്. അതിനുശേഷം വൈദ്യപരിശോധനയിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നേരെ കാക്കനാട് ജില്ലാ ജയിലിലേക്കാണ് കൊണ്ടുപോകുന്നത്. എന്തായാലും നമുക്കെല്ലാവർക്കും അറിയാം, നടി ഹണി റോസിനെതിരെ ഗുരുതരമായ ലൈംഗിക അധിക്ഷേപമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിന് എത്തിയപ്പോഴാണ് കുന്തി ദേവിയുടെ ഒരു പേര് പറഞ്ഞുകൊണ്ട് ഹണി റോസിനെ അധിക്ഷേപിച്ചത്. ആ അധിക്ഷേപം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കപ്പെട്ടു. തുടർന്ന് ഈ നടിക്ക് വളരെയേറെ മാനഹാനി ഉണ്ടായി എന്നാണ് അവർ പരാതിയിൽ പറഞ്ഞത്. പിന്നീട് അതുമാത്രമല്ല, വീണ്ടും തുടർച്ചയായി ഈ ഹണി റോസിനെ ഈ ബോബി ചെമ്മണ്ണൂർ പല യൂട്യൂബ് ചാനലുകളിൽ ഇൻ്റർവ്യൂക്കിനിടയിൽ അവരെ വല്ലാതെ കടന്നാക്രമിക്കുന്ന ഒരു രീതിയും ഉണ്ടായിരുന്നു. ആലക്കോട് നടന്ന ഉദ്ഘാടന പരിപാടിക്കിടയിലാണ് ഈ അപമാനിച്ചത്. ഈ അപമാനിച്ചത് ശരിയല്ല എന്നാണ് ബോബി ചെമ്മണ്ണൂർ പറയുന്നത്. ആ പരിപാടിയുടെ ദൃശ്യങ്ങൾ നടി തന്നെ നേരത്തെ പങ്കുവച്ചിരുന്നു. മാത്രമല്ല, 4 മാസം മുൻപാണ് ഈ സംഭവം നടന്നത്. ഇപ്പോൾ മാത്രമാണ് ഇതിൽ പരാതി പറയുന്നത്. ഇത് അറസ്റ്റ് പോലും ചെയ്യേണ്ട കുറ്റകൃത്യമായിരുന്നില്ല. ആലക്കോട് നടന്ന പരിപാടിക്ക് ശേഷം പരാതിക്കാരിയുമായി സൗഹൃദമുണ്ട്, ഇതിൻ്റെ തെളിവുകളും ഹാജരാക്കാൻ തയ്യാറാണ്, അനുമതിയില്ലാതെ ശരീരത്തിൽ സ്പർശിച്ചു എന്നത് തെറ്റാണ് തുടങ്ങിയ വാദങ്ങളാണ് പ്രതിഭാഗം മുന്നോട്ട് വെച്ചത്. ഈ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയാണ് ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ഈ കോടതിയിൽ ഹാജരായത്. എന്നാൽ ഇക്കാര്യങ്ങളൊന്നും അംഗീകരിക്കാതെയാണ് കോടതി ജാമ്യം നിഷേധിച്ചത്. പ്രമുഖ അഭിഭാഷകരെ ഉൾപ്പെടെ അണിനിരത്തി ബോബി ചെമ്മണ്ണൂർ ഉയർത്തിയ വാദങ്ങളെല്ലാം പൊളിച്ചുകൊണ്ടാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഹണി തൻ്റെ വാദങ്ങൾ ഉയർത്തിയത്. തന്നെ നിരന്തരം പിന്തുടർന്ന് അധിക്ഷേപിച്ചു എന്ന് പരാതിക്കാരി പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഹണി റോസ് നൽകിയ രഹസ്യമൊഴിയുടെ പകർപ്പ് ലഭിച്ച ശേഷം കൂടുതൽ വകുപ്പ് ചുമത്തേണ്ടതുണ്ടോ എന്ന കാര്യം പരിശോധിക്കണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. പ്രതി സമ്പന്നനും സ്വാധീനശേഷിയുമുള്ള ആളാണ്. സാക്ഷികളെ സ്വാധീനിക്കാനും ഭീഷണിപ്പെടുത്താനും സാധ്യതയുണ്ട്. ബോബി ചെമ്മണ്ണൂർ വിദേശത്തടക്കം ബിസിനസ്സുള്ള ആളാണ്. വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. പിന്തുടർന്ന് അവഹേളിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളതിനാൽ പരാതിക്കാരിയെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട്. പ്രതി ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന് മാത്രമല്ല, ഇത് പൊതുസമൂഹത്തിൽ എത്തുന്നുണ്ട് എന്ന് ഉറപ്പാക്കി ഇതേ കുറ്റകൃത്യം ആവർത്തിച്ചു കൊണ്ടിരുന്നുവെന്നും പ്രോസിക്യൂഷൻ കോടതിയെ ബോധിപ്പിച്ചു. ഇതിൻ്റെയൊക്കെ തെളിവായിട്ടാണ് ഈ ജാങ്കോ സ്പേസ് എന്ന ഒരു ഓൺലൈൻ യൂട്യൂബ് ചാനലുണ്ട്. ആ ചാനലിൽ കൂടിയാണ് ഈ അടുത്ത ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെ വീണ്ടും അധിക്ഷേപിച്ച് സംസാരിച്ചത്. ഈ ഹണി റോസ് താമസിക്കുന്ന ഹോട്ടലിലും ഇദ്ദേഹം റൂം എടുക്കാറുണ്ടെന്നും അങ്ങനെ മറ്റ് പല കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ദ്വയാർത്ഥങ്ങളൊക്കെ പങ്കുവച്ചിരുന്നു. ഈ ഒരു ഇൻ്റർവ്യൂവിനിടയിൽ വളരെ മോശമായ രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. പല ഇൻ്റർവ്യൂകൾ പരിശോധിച്ചാൽ തന്നെ ദ്വയാർത്ഥങ്ങളുടെ ഒരു പെരുമഴ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇദ്ദേഹത്തിന് ഇതൊരു ലഹരി പോലെയാണ് ഇദ്ദേഹം ഇത് കൊണ്ട് നടക്കുന്നത്. പെൺകുട്ടികളെ അല്ലെങ്കിൽ സ്ത്രീകളെ ഏതൊക്കെ രീതിയിൽ അധിക്ഷേപിക്കാമോ ആ ഒക്കെ രീതിയിൽ അവർ അധിക്ഷേപിക്കുക. അടുത്തിടെ ഒരു ചായക്കടയിൽ പോയൊരു ആ ചായക്കട നടപ്പമാനിക്കുന്ന തരത്തിൽ അദ്ദേഹം ഒരു വാഴപ്പഴമൊക്കെ എടുത്ത് ഒരു പഴംപൊരിയൊക്കെ എടുത്ത് ഒരു വൃത്തികെട്ട രീതിയിൽ ഒരു കമൻറ്റൊക്കെ പാസ്സാക്കുകയുണ്ടായി. അത്തരത്തിലുള്ള നിരവധി അശ്ലീല കമൻറ്റുകളാണ് അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയയിൽ അടക്കം പങ്കുവച്ചിരുന്നതും മറ്റ് യൂട്യൂബ് ചാനൽ വഴിയും പങ്കുവച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ മകളുടെ പ്രായമുള്ള കുട്ടികൾ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ അവരോട് പോലും ദ്വയാർത്ഥത്തോടെ കൂടിയിട്ടാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. ഇത് ചിലരൊക്കെ കൈയടിക്കുമെങ്കിലും പൊതുസമൂഹത്തിന് ഇത് തെറ്റായ ഒരു മാതൃകയായിട്ടാണ് എല്ലാവരും കണ്ടിരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ബോബി ചെമ്മണ്ണൂരിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. എന്നാൽ അതിനൊത്ത് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാനും കുറേ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ആളുകളുടെ ചില ലൈംഗിക ദാരിദ്ര്യമെന്ന് തന്നെ നമുക്ക് ഇക്കാര്യത്തിൽ പറയേണ്ടിയിരിക്കുന്നു. ഈ നടിയുടെ വസ്ത്രധാരണത്തിൽ പോലും പലരും പല രീതിയിലാണ് ഈ കമൻറ്റ് ചെയ്യുന്നത്. എന്തിനാണ് ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു വ്യക്തി സ്വാതന്ത്ര്യമാണ്, അവർക്ക് ഏത് തരത്തിൽ വസ്ത്രം ധരിക്കണമെന്ന് അവർ തീരുമാനിക്കും. നമ്മുടെ ഭരണഘടനയിൽ അത് ഇന്ന വസ്ത്രം മാത്രമേ ധരിക്കാവൂ എന്നൊന്നുമില്ല. പക്ഷേ
അവർക്ക് ഇഷ്ടമുള്ള തരത്തിൽ വസ്ത്രം ധരിക്കുന്നതിന് ആരുടെയും അനുവാദം ആവശ്യമില്ല. ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ചർച്ചയും സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നത്. ഈ നാടിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്നടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. ഇതിനിടയിലാണ് ഹണി റോസ് തനിക്കുണ്ടായ ഈ ദുരനുഭവത്തിൽ ആദ്യം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. തനിക്കെതിരെ ഒരു പ്രമുഖ ആൾ ഇങ്ങനെ തന്നെ പിന്തുടർന്ന് ലൈംഗികമായി അവഹേളിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ഇത് വലിയ രീതിയിൽ ചർച്ചയായതോടും മാധ്യമങ്ങളൊക്കെ വാർത്തയാക്കി. പിന്നീട് പോലീസും ഇതിന് ഒരു പരാതി എടുക്കാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നതിനിടയിലാണ് തന്ത്രപൂർവ്വം നടി തൊട്ടടുത്ത ദിവസം തന്നെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നത്. ഈ പരാതി പോലീസ് ആദ്യം രഹസ്യമാക്കി വെച്ചു. അടുത്ത ദിവസം പുലർച്ചെ 4 മണിയോടുകൂടി പോലീസ് വയനാട്ടിലെ 1000 ഏക്കർ എന്ന ഒരു പ്രോജക്റ്റ് ഈ മേപ്പാടിക്ക് അടുത്തുണ്ട്. അവിടെ എത്തി വെളുപ്പിനെ തന്നെ ഇയാളെ കസ്റ്റഡി എടുക്കുകയായിരുന്നു. പിന്നീട് വൈകിട്ട് കൊച്ചിയിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഇയാൾ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ്റെ ലോക്കപ്പിലാണ് അന്തി ഉറങ്ങിയത്. പിന്നീട് ഇന്ന് രാവിലെ സ്റ്റേഷനിൽ വൈദ്യപരിശോധനയും ഒക്കെ കഴിഞ്ഞ് വീണ്ടും എത്തുന്നു. 1 മണിയോട് കൂടിയിട്ടാണ് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് 2 ഹാജരാവുന്നത്. 2:30 വരെ വാദമുണ്ടായിരുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് ഈ വിധി പ്രഖ്യാപിക്കുന്നതെന്ന് മജിസ്ട്രേറ്റ് പറഞ്ഞിരുന്നു. അതിനെ തുടർന്ന് വീണ്ടും കാത്തിരുന്നു. 4:45 കൂടിയിട്ടാണ് ഈ വിധി പുറത്തു വന്നത്. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ജഡ്ജി അഭിരാമി ബോബിയാണ് ഈ 14 ദിവസത്തേക്ക് ഇദ്ദേഹത്തെ റിമാൻഡ് ചെയ്തുകൊണ്ട് ഈ ജാമ്യാപേക്ഷ തള്ളിയത്. എന്തായാലും ഇത് സമൂഹത്തിന് വളരെ നല്ലൊരു മെസ്സേജാണ് നൽകുന്നതെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സ്ത്രീകളെ അധിക്ഷേപിച്ചുള്ള നിരവധി കമൻറ്റുകളൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ പലപ്പോഴും കണ്ടുവരുന്നത്. ഫേക്ക് ഐ ഡിയിൽ നിന്നും അല്ലെങ്കിൽ യഥാർത്ഥ ഐ ഡികളിൽ നിന്നും ഒക്കെ തന്നെ ഇത്തരത്തിൽ അവഹേളിക്കുന്ന ലൈംഗിക അധിക്ഷേപം നടത്തുന്ന തരത്തിലുള്ള പല വാക്കുകളും കാണുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ ഒക്കെയുള്ള ഒരു വലിയ താക്കീതായിട്ട് തന്നെ വേണം നമുക്ക് ഈ ഒരു വിധിയെ കാണുവാനുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിനൊരു അവസാനമാകട്ടെ എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. കൊച്ചിയിൽ നിന്നും രഞ്ജിത്ത് എസ് പിള്ളയ്ക്കൊപ്പം ആർ പിയൂഷ്, മറുനാട് TV.